പത്തരമാറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമികയും വേണുവും കൂടെ കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുവാണ്. ഇപ്പോഴും അവരുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. രേവതി അങ്ങോട്ട് വരികയാണ്. അങ്ങോട്ട് വരുമ്പോൾ അനാമിക ചോദിക്കുകയാണ്, അമ്മ വരുന്നില്ലേ ഞങ്ങളുടെ കൂടെ? എന്തിന്? എന്താവശ്യത്തിനാണ് വരുന്നത്? വെറുതെ വേറെ പോവില്ലേ? അല്ല, എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോഴും പോകുന്നതെന്ന് വീട് പറയുകയാണ്. ഉടനെ കിട്ടും, അവർ വെറുതെ ഇങ്ങ് തരാൻ പോയില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ കോടതിയിൽ തന്നെ നമ്മൾ തോറ്റതുപോലെ ഉടനെ കിട്ടാൻ പോവില്ലേ എന്ന് രേവതി അനാമികയും കൂടെ പറയുകയാണ്. അല്ല മോളെ, അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നക്കാപ്പിച്ചെന്ന് പറഞ്ഞാൽ തന്നെ കോടികൾ ആസ്തിയുള്ള അനന്തപുരിക്കാർക്ക് നമുക്ക് നക്കാപ്പിച്ച തരിക എന്ന് വെച്ചാൽ കോടികളായിരിക്കും. ഇപ്പോഴും ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നോ എന്ന് രേവതി പറയണം. അച്ഛനാണെങ്കിൽ ഇതും ആലോചിച്ചുകൊണ്ടിരുന്നോളെന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യണം, മോള് കോടതിയിൽ ചെല്ലുമ്പോൾ കരഞ്ഞ് മെഴുകിക്കോണം എന്ന് പറയുകയാണ്. ജഡ്ജി ഒരു സ്ത്രീയാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിഗണന നമുക്ക് തരുമായിരിക്കും എന്ന് അനാമികയും പറയുകയാണ്. അതുകൊണ്ട് തന്നെ മോള് നന്നായിട്ട് കരഞ്ഞ് മെഴുകിയേക്കണം, നല്ലോണം അഭിനയം കാഴ്ച വെക്കണം. എന്നെ അഭിനയിക്കാൻ പറഞ്ഞു വിടുന്നൊരു തന്തയും തള്ളയെന്നും പറഞ്ഞ് അനാമിക അങ്ങ് പോവുകയാണ്. അങ്ങനെ വേണു അനാമികയും കൂടെ കോടതിയിലേക്ക് വരികയാണ്. കോടതിയിൽ അനാമികയെ വിസ്തരിക്കുകയാണ്. ഇന്ന് വന്ന നവീൻ്റെ ജൂനിയർ വക്കീലാണ്. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോഴും അനിയായിട്ട് ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അനാമിക അറിയാണ്, താല്പര്യമുണ്ട്, എനിക്കിപ്പോഴും താല്പര്യമുണ്ട് എന്ന് പറയുകയാണ്. നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയുടെ എങ്ങനെ അയാൾ ജീവിക്കും എന്ന് ചോദിക്കുകയാണ് വക്കീൽ. മെൻ്റൽ പേഷ്യൻ്റാണ്, മാത്രമല്ല ദേഷ്യം വരുമ്പോൾ ഭർത്താവിനെ ഉപദ്രവിക്കും. നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെ കൂടെ കഴിയാൻ പറ്റും എന്ന് ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ തിരുത്തി ഇനി നന്നായിട്ട് ജീവിച്ചോളാം, എനിക്ക് ബന്ധം പിരിയാൻ താല്പര്യമില്ലെന്ന് അനാമിക പറയാണ്. അപ്പോഴത്തേക്ക് അനിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നു, പുച്ഛവും വരുന്നുണ്ട്. ജഡ്ജി പറയാണ്, സാധാരണ സ്ത്രീകളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞാണ് ഓരോരുത്തർ കേസ് വരുന്നത്. പക്ഷേ ഈ സ്ത്രീകളാണെങ്കിൽ ആ പുരുഷന്മാരെ ആണെങ്കിൽ ട്രാപ്പിലാക്കിയാണ് ചെയ്യുന്നത്. അവരാണെങ്കിൽ മാനക്കേട് കൊണ്ട് ഓർത്ത് ഒന്നും പുറത്ത് പറയാതിരിക്കണം, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് ജഡ്ജിയും പറയുകയാണ്. അനാമിക പറയാണ്, ഈ ബന്ധം പിരിഞ്ഞാൽ എനിക്ക് മറ്റൊരു വിവാഹത്തിന് പാടാണ്, മാത്രമല്ല എനിക്ക് ജീവിക്കാനുള്ള ആസ്തിയുമില്ല എന്ന് പറയുകയാണ് അനാമിക. അപ്പോൾ നിങ്ങൾക്ക് കോമ്പൻസേഷൻ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡൈവേഴ്സ് ആവാൻ തയ്യാറാണോ എന്ന് വക്കീൽ ചോദിക്കുകയാണ്. അപ്പോൾ അനാമികയാണെങ്കിൽ അച്ഛനെ നോക്കുകയാണ്. അപ്പം വേണു ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നത് തയ്യാറാണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അനാമിക ആന്ന് പറയണം. അപ്പോൾ വക്കീൽ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ് ഈ നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇപ്പോഴും ഇവരുടെ വിചാരം എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അച്ഛൻ്റെ കടം വീട്ടി അവർക്ക് സുഖമായി ജീവിക്കാം എന്നാളാണ്. ഇത്രയും മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബത്തെ പരമാവധി നാറ്റിച്ച ഇവർക്ക് ഒരു കോമ്പൻസേഷനും കൊടുക്കാൻ പാടില്ല എന്ന് വക്കീൽ വാദിക്കുകയാണ്. അപ്പം ജഡ്ജി ചോദിക്കുകയാണ്, ഈ കുട്ടിയുടെ അച്ഛൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഉണ്ടെന്ന് പറയണം. അങ്ങനെ വേണു അങ്ങോട്ട് ചെല്ലുകയാണ്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ കുഞ്ഞു മക്കളെ വളർത്തി നശിപ്പിക്കുന്നത്? അതുമാത്രമല്ല, മാനസിക രോഗിയായ ഒരു പെണ്ണിനെ ഡോക്ടറിനെ കാണിച്ച് അത് സുഖമായതിന് ശേഷമല്ലേ ഒരു വിവാഹത്തേക്ക് കടക്കാവൂ എന്ന് ചോദിക്കണം. അപ്പോൾ വേണു പറയാണ്, എൻ്റെ മോൾ അനന്തപുരിയിലേക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ മോൾക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്ന് പറയാണ്. വക്കീൽ ചോദിക്കുകയാണ്, എന്നിട്ടാണോ അനി എടുത്തിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വേണു ഒന്നും മിണ്ടായിരിക്കുകയാണ്. അപ്പോൾ വക്കീൽ പറയാണ്, വേണുവിന് നാട് മൊത്തം കടമാണ്, പുറത്തിറങ്ങാൻ വയ്യാത്തത്ര കടമാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് വേണം അതെല്ലാം കടം വീട്ടി സുഖമായി ജീവിക്കാൻ എന്നൊരു പ്രതീക്ഷയിലാണ് മോളെ അങ്ങോട്ട് അനന്തപുരിയിലേക്ക് കല്യാണം കഴിച്ച് അയച്ചത് തന്നെ എന്ന് വക്കീൽ പറയുകയാണ്. ജഡ്ജി പറയാം, കഷ്ടം തന്നെ, ജഡ്ജിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അനാമികയുടെ സ്വഭാവം കണ്ടിട്ട് ജഡ്ജിക്ക് തന്നെ ദേഷ്യം വരികയാണ്. എന്നാലും ജഡ്ജി പറയാണ്, ഈ കേസ് കൂടുതൽ വിസ്താരം ഒന്നും വേണ്ട, ഇവർ രണ്ടുപേരും ഒന്നിച്ച് പോകുന്ന പ്രതീക്ഷയില്ല. എന്നാലും 6 മാസം ഇവർക്ക് രണ്ടുപേർക്കും കോടതിയുടെ പുറത്ത് വെച്ച് ആലോചിച്ച് സംസാരിച്ച് ഒന്നിച്ച് പോകാൻ പറ്റുമോ എന്ന് തീരുമാനിക്കുക. 6 മാസത്തെ സമയം കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ അനി എണീച്ച് ജഡ്ജിയെ തൊഴുതിട്ട് പുറത്തോട്ട് ഉറങ്ങുകയാണ്. അതിൻ്റെ പുറകെ വേണുവും അനാമികയും വരുന്നുണ്ട്. അപ്പോൾ വേണുവിനെ തടഞ്ഞു നിർത്തിയിട്ട് അനി പറയാണ്, നിങ്ങൾക്ക് നാണമില്ലേ ഒരു കുടുംബം നശിപ്പിക്കാൻ വേണ്ടി പൈസയ്ക്ക് വേണ്ടി മോളെ ഇങ്ങനെ കെട്ടിച്ചു വിടാൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേണു ഒന്നും മിണ്ടാതെ വാ മോളെ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ രേവതി കാത്തിരിക്കുകയാണ്. കോടതിയിലെ കാര്യമൊന്നും അറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് അറിയാനുള്ളൊരു വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോഴാണ് വേണു അനാമികയും വരികയാണ്. അപ്പം രേവതിക്ക് എന്താ എപ്പോൾ അനാമിക എപ്പോഴും എന്താണെന്ന് അറിയാൻ എന്തുവാ, പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയുകയാണ്. എന്താവാൻ, അന്ന് വന്ന നവീൻ്റെ ജൂനിയറാണ് വന്നേക്കുന്നത്. പക്ഷേ സീനിയറിനെ പോലെ തന്നെയാണ് ജൂനിയറും. വാ തുറന്നു കഴിഞ്ഞാൽ ഇടിവെട്ടാ. ഓരോ വക്കീലും ഒന്നിനൊന്നും മെച്ചം, എന്ത് ചെയ്യാനാ എന്ന് വേണു പറയാണ്. 6 മാസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ വെറുതെ, എന്തത്ഭുതം സംഭവിക്കാനോ? ഒരത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വേണു പറയാണ്.
കോമ്പൻസേഷനൊന്നും ഇനി നോക്കിയേ വേണ്ട, ഒന്നും കിട്ടാനില്ല. പിന്നെ അപ്പം അനാമിക പറയുക, അച്ഛൻ്റെ കട സ്വയമേ വീട്ടിക്കണം, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എന്നെ നോക്കിക്കോളാമെന്നും പറഞ്ഞ് ഒരുത്തൻ പുറകെ നടക്കുക, ഞാൻ അവൻ്റെ കൂടെ അങ്ങ് പോവും, അത്രേ ഉള്ളൂ. പിന്നെ അവൻ നിന്നെ ഉടനെ നോക്കും എന്ന് വേണു പറയുകയാണ്. എന്താ നോക്കി, അവൻ നല്ലവനാ എന്ന് അനാമിക പറയാം. ഞാനങ്ങ് പോവും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോണം, കടം വീട്ടിയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, ഞാനിവിടെ പ്രാർത്ഥിച്ച് ഇരുന്നതാണ്, ഒന്നും നടന്നില്ലല്ലോ, നീ ആദ്യം എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പ്രാർത്ഥന അങ്ങ് നിർത്ത്, നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഒന്നും നടക്കാത്തതെന്ന്. ഇപ്പോഴത്തെ രേവതിക്ക് ദേഷ്യം വരുന്നു. രേവതി പറയുക, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. അപ്പം വേണു പറയാം, എന്ത് പറയിപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ മാസത്തെ വാടക അടയ്ക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല എന്നും പറഞ്ഞ് വേണു അങ്ങ് പോവുകയാണ്. ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് രേവതി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവീനാണെങ്കിൽ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനി അങ്ങോട്ട് വരികയാണ്. കോടതിയിലെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, എന്നെ വിളിച്ച് പറഞ്ഞാൽ നവീൻ പറയാം. ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എന്തെങ്കിലും തീർപ്പാവുമെന്ന്, പക്ഷെ ഒന്നും ആയില്ല, 6 മാസത്തെ സമയം കോടതി തന്നേക്കാണ്. അപ്പം നവീൻ പറയാണ്, അതങ്ങനെയാണ്, കോടതിയുടെ പ്രൊസീജിയർ അങ്ങനെയാണെന്ന് നവീൻ പറയുകയാണ്. നിനക്ക് ഇതിൻ്റെ ഫീസ് വേണ്ടി, എത്രയാണ് നിൻ്റെ ഫീസ്? എനിക്കൊരു ഫീസ് തരണ്ട, നേരത്തെ കേസിന് തന്നല്ലോ, അത് മതി. ഇപ്പം നീ എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്താടാ? അല്ല, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിലൊരു കുട്ടിയുണ്ടെന്ന്, ആ കുട്ടിയുടെ കാര്യം നീ ഇവിടെ അവതരിപ്പിക്കണം, വീട്ടിൽ അതിനെക്കുറിച്ച് അവതരിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ അവതരിപ്പിക്കാമെന്ന്, നീ ആളാരാന്ന് മാത്രം പറഞ്ഞാൽ മതി, അതൊക്കെ പറയാം. അപ്പം നിൻ്റെ ജോലിയാണ് നീ ഇവിടെ അവതരിപ്പിക്കേണ്ടത്. അല്ല, അടിപൊളിയൊരു പെണ്ണ എന്ന് പറയാണ്. അപ്പം അനി പറയാണ്, കൂടുതൽ അടിപൊളിയൊന്നും വേണ്ട, നമ്മുടെ കുടുംബവുമായിട്ട് ചേരുന്ന ഒത്തുപോകുന്ന ഒരു പെണ്ണിനെ മതി. അപ്പോൾ നവീൻ ചോദിക്കണം, ഇപ്പോൾ ഏത് പെണ്ണാടാ നമ്മുടെ അടിമയായിട്ടൊക്കെ നിൽക്കാൻ പോകുന്നത്? അപ്പം അനി പറയാണ്, അങ്ങനെ അടിമയായിട്ട് നിൽക്കുകയൊന്നും വേണ്ട, എന്നാലും നമ്മുടെ കുടുംബമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പെണ്ണ് വേണം എന്ന് പറയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കേസുകൾ കൂടുന്നത് എന്ന് അനി പറയണം. അതുകൊണ്ടെന്താ, അത് നല്ലതല്ലേ, വക്കീലന്മാർക്ക് ഇഷ്ടംപോലെ കേസ് കിട്ടുന്നുണ്ട്, അത് മുത്തശ്ശനും പറയുന്നുണ്ട്, പണ്ടത്തേക്കൊക്കെ കൂടുതലല്ല, ഇഷ്ടംപോലെ കേസുണ്ടെന്ന്. അപ്പം അനി പറയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ നിൻ്റെ ജീവിതം തകർന്നു കഴിഞ്ഞാൽ നിനക്കൊരു സമാധാനത്തോടെ നിന്ന് ആ കേസുകളൊന്നും വാദിക്കാൻ പറ്റില്ല, നിനക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. അതുകൊണ്ട് എപ്പോഴും കല്യാണം കഴിക്കുമ്പോൾ ആലോചിച്ച് നല്ലൊരു പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കാവൂന്ന് അനി പറയാണ്. അത്രേ ഉള്ളടാ, നിനക്കും അറിയാവുന്ന പെണ്ണ, ആരാന്ന് ഞാൻ പറയാം, പതുക്കെ കൊണ്ട് പറയാം, ആരാന്ന് പറയാം, എനിക്കും അറിയാം, വലിയ കുഴപ്പമില്ലാത്ത ഒരു പെണ്ണ എന്ന് നവീൻ പറയുകയാണ്. ഓക്കെ, ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് അനി അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന അനിയും നന്ദുവും കൂടെ സംസാരിക്കുകയാണ്. അപ്പം അനിക്ക് ഭയങ്കര വിഷമം, 6 മാസത്തെ സമയം തന്നേക്കുന്നത്. അപ്പം നന്ദു പറയും, അത് അങ്ങനെയാടാ, കോടതിയുടെ പ്രൊസീജിയർ അങ്ങനെയാണെന്ന് പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നവീൻ്റെ മനസ്സിൽ ഏതൊരു പെണ്ണുണ്ടെന്ന്, ആ പെണ്ണിൻ്റെ കാര്യം വീട്ടിൽ പ്രപ്പോസ് ചെയ്യേണ്ടത് ഞാനാണെന്ന് അവൻ പറയുന്നത്. ഞാൻ പറഞ്ഞ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. നവീൻ ചേട്ടൻ പറഞ്ഞോ ആരാണെന്ന് നന്ദു ചോദിക്കുകയാണ്. ഇല്ല, പറഞ്ഞിട്ടില്ല, പറഞ്ഞാലെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടെ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അതൊന്ന് ശരിയാക്കി കൊടുക്കാമെന്ന് നന്ദുവും പറയാണ്. ഇതിനുള്ള പണിയാണ് വരാൻ പോകുന്നത്. പൊട്ടൻ അനിയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാനായിട്ടിരുന്നേ, അനന്തപുരി ജ്വല്ലേഴ്സിൽ ഒരു സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ഒരു കേസുണ്ടായിരുന്നല്ലോ നേരത്തെ, അതെനിക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല വന്നേക്കുന്നത്. നേരത്തെ ആ കേസ് വന്നിട്ട് അത് ക്ലോസ് ചെയ്തായിരുന്നെന്നും അനി പറയാണ്. ഇപ്പോൾ അത് വീണ്ടും റീഓപ്പൺ ചെയ്തത് എനിക്കാണ് വന്നേക്കുന്നതെന്ന്. ആ കേസിൽ അബിയെ വരെ ഞങ്ങൾക്ക് സംശയമുണ്ട്, ആദർശേട്ടനും ഞങ്ങൾക്കും എല്ലാവർക്കും സംശയമുണ്ട്. എന്തായാലും ആരാന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്, അത് നമുക്ക് ജ്വല്ലറിക്കും ഗുണം ചെയ്യും എന്ന് അനി പറയാണ്. എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുമെന്ന് പറയും. അങ്ങനെ നന്ദു ആ കേസിൻ്റെ പുറകെയാണ്. നന്ദുവിനാണ് ഇപ്പോൾ ആ കേസിൻ്റെ ചുമതല. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലാണ്. ആദർശാണെങ്കിൽ ഓഫീസിൽ പോകുന്ന ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നയനയാണെങ്കിൽ അങ്ങോട്ട് ചായയും കൊണ്ട് വരികയാണ്. ആദർശ് പറയാണ്, നീ ഇനിയിപ്പം കുറച്ച് നേരത്തേക്ക് ഓഫീസിലൊന്നും പോകണ്ട, ഡോക്ടർ പറഞ്ഞില്ലേ ശ്രദ്ധിക്കണമെന്ന്, അതുകൊണ്ട് തന്നെ നീ വീട്ടിൽ ഇരുന്നാൽ മതി, ഇവിടെ ഡിസൈൻ വരച്ചാൽ മതി. അപ്പം നയനയ്ക്കാണെങ്കിൽ പറയുന്നത്, അത് പറ്റത്തില്ല, ഞാനും വരുന്നുണ്ട്, ഇവിടെ ഇരുന്ന് മുഷിയാൻ എനിക്ക് വയ്യ എന്നൊക്കെ നയന പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമല്ലേ നോക്കേണ്ടത്, അല്ലെങ്കിൽ തന്നെ നീ അങ്ങോട്ട് വന്ന് അമ്മയാണെങ്കിൽ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും, അമ്മയ്ക്കൊരു സമാധാനം കാണത്തില്ല എന്ന് പറയാണ്. അപ്പം ഞാനില്ലെങ്കിലും ആദർശേട്ടന് എന്നെ കാണണമെന്നില്ലേ എന്നൊക്കെ നയന ചോദിക്കാൻ. ഞാനത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം, കുഴപ്പമില്ല, നീ ഇപ്പം തന്നെ വീട്ടിൽ ഇരുന്നാൽ മതി, എപ്പോഴും ഇരിക്കണമെന്നല്ലല്ലോ പറഞ്ഞത്, കുറച്ച് ദിവസത്തേക്ക് മാത്രം എന്ന് പറയണം. അങ്ങനെ നയനയും ശരി, ഞാനത് കഴിയുമ്പോഴത്തേക്ക് ഓഫീസിലേക്ക് വരാം, അതൊക്കെ സമ്മതിക്കുകയാണ്. അങ്ങനെ ആദർശ് ഓഫീസിലെത്തുമ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ അങ്ങോട്ട് വരികയാണ്. കമ്മിങ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. നന്ദു ആണ്, എന്താ? സ്വർണ്ണക്കടത്തിൻ്റെ കേസ് ഇപ്പം അന്വേഷണത്തിൽ വന്നിരിക്കുക, എനിക്കാണ് അതിൻ്റെ ചുമതല എന്ന് പറയാണ്. എനിക്കിവിടെ കുറച്ച് പേരെ ചോദ്യം ചെയ്യണം എന്ന് പറയാണ്. കൂട്ടത്തിൽ അബിയെ എനിക്ക് സംശയമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇവിടുത്തെ സ്വർണ്ണം പണിക്കാരനെ ഒന്ന് കാണണമെന്ന് പറയും. അപ്പോൾ ആദർശ് പറയുകയാണെങ്കിൽ, എനിക്കാണെങ്കിൽ എനിക്കും മുത്തശ്ശനൊക്കെ അയാളെ ഭയങ്കര വിശ്വാസം, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ആരായാലും പൈസ കാണുമ്പം അപ്പുറത്തോട്ട് ചാടിക്കൂടാന്നൊന്നുമില്ലല്ലോ, നോക്കട്ടെ. അപ്പം
ദൃശ്യം പറയണം ആരായാലും കണ്ടുപിടിക്കണം, അത് നമുക്ക് ഗുണം ചെയ്യും. അബിയെ തന്നെ ആണെങ്കിൽ അബിയുടെ ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, അവരെ പിന്നെ നമുക്ക് ഈ സ്ഥാപനത്തിൽ ആവശ്യമില്ലല്ലോ എന്ന് ആദർശം പറയണം. ശരി ആദർശേട്ടാ നോക്കാം എന്ന് പറഞ്ഞ് അബി അങ്ങ് പോവാണ്. ആ സ്വർണ്ണപ്പണിക്കാരനെ പിന്നെ നന്ദു ചോദ്യം ചെയ്യാണ്. പിന്നെ എത്ര നാളുകൊണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഇല്ല. മക്കളൊക്കെ പഠിക്കുക എന്ന് പറയും. പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇത്രയും കാശ് ഇവിടുന്ന് വന്നു എന്ന് പറയാണ്. അപ്പം അയാൾ പറയാണ് അത് ഞങ്ങളൊരു ചിട്ടിക്ക് കൊടുത്തിട്ടായിരുന്നു, അതിൽ നിന്ന് കാശാണെന്ന് പറയും. അപ്പം ആ ചിട്ടിയൊക്കെ കൊടുത്താൽ ഇത്രയും കാശ് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. സാർ എന്നെ ആവശ്യമില്ല സംശയിക്കരുത്. ആദർശ സാറിനും മൂർത്തി സാറിനൊക്കെ എന്നെ ഭയങ്കര വിശ്വാസമാണ്, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഇനിയും വരും, ഇനിയും ചോദ്യം ചോദിക്കും, അന്നേരം വിളിക്കുമ്പോൾ ഉടനെ വരണേ, കേസ് ഇപ്പം ഞാനാണ് അന്വേഷിക്കുന്നത് എന്ന് നന്ദു പറയാണ്. ആകപ്പാടെ തട്ടാപ്പണിക്കാരൻ സ്വർണ്ണപ്പണിക്കാരൻ ഭയങ്കര വിറച്ചിരിക്കുക. കാരണം ഇയാളൊരു കള്ളനാണെന്ന് നന്ദുവിനും മനസ്സിലായിട്ടുണ്ട്. ഇയാൾക്ക് എന്തൊക്കെയോ അറിയാമെന്ന് നന്ദുവിന് അറിയാം. അയാളിങ്ങനെ പേടിച്ചൊരക്കുകയാണ്. നന്ദു ചോദിക്കുകയാണ്, എന്താ ചേട്ടനെ കാണുമ്പോൾ ചേട്ടനൊരു പേടി പോലെ, ഒരു കള്ളത്തര ലക്ഷണമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കള്ളത്തരവും ഇല്ലെന്നൊക്കെ പറയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നന്ദു അങ്ങ് പോവുകയാണ്. എന്നെ കാണിക്കുന്ന ആ സ്വർണ്ണപ്പണിക്കാരൻ അബിയായിട്ട് സംസാരിക്കണം. അപ്പോഴാണ് അബി അറിഞ്ഞത് നന്ദുവിനാണ് ഈ കേസെന്നും നന്ദു അന്വേഷണം തുടങ്ങിയുള്ള കാര്യം അബി അറിയുന്നത്. അപ്പം ആ സ്വർണ്ണപ്പണിക്കാരൻ പറയാണ്, എനിക്ക് പേടിയാവുന്നു സാറേ, ആ മാഡത്തിൻ്റെ ചോദ്യം അതേപോലെയാണ്, ഓരോ ചോദിച്ചു ഇരിക്കുകയാണ്, നാക്കെങ്ങാണ് എപ്പോഴെങ്കിലും പിഴച്ചാൽ തീർന്നതിൻ്റെ കാര്യം എന്ന് പറയാണ്. അബി പറയാണ്, അങ്ങനെ പിഴയ്ക്കൽ ഇതിനു മുമ്പും അന്വേഷണം വന്നായിരുന്നല്ലോ, അന്ന് നിൻ്റെ നാക്ക് പിഴച്ചില്ല, പിന്നെ എന്താ ഇനി പിഴയ്ക്കുമെന്ന് നീ പറയുന്നത്? അങ്ങനെ പിഴയ്ക്കാൻ പാടില്ല എന്ന് പറയാണ്. എനിക്ക് കൈയും കാലും വിറയ്ക്കുന്നു, എന്നെ എങ്ങാനും പിടിച്ചാൽ എൻ്റെ കുടുംബം കുട്ടിച്ചോറാവും. നിങ്ങൾക്കാണെങ്കിൽ ജീവിതകാലം മൊത്തം ജീവിക്കാനുള്ള പൈസ ഇപ്പം നിൻ്റെ അക്കൗണ്ടിലില്ലേ, പിന്നെ താൻ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല സാറേ, എന്നെ എങ്ങാനും പിടിച്ചാൽ അതെല്ലാം പോയില്ലേ, പിന്നെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ എന്ന് സ്വർണ്ണപ്പണിക്കാരൻ പറയാണ്. അബി പറയാണ്, താനൊന്ന് പേടിക്കാതിരിക്കല്ലോ, പിന്നെ ഒരു കാര്യം, എന്നെ എങ്ങാനും പിടിച്ചാൽ തൻ്റെ കാര്യവും പോക്കാം, തന്നെയും ഞാൻ ഒറ്റും, തനിക്കും പണി തരും എന്നും പറഞ്ഞ് അബി അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കേട്ട് പേടിച്ച് നിൽക്കുകയാണ് സ്വർണ്ണപ്പണിക്കാരൻ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.